അസ്സലാമുഅലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വേറൊന്നുമല്ല സ്ട്രോബെറി ഹൽവയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് സൂപ്പറാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനു മുന്നിട്ട് ഞാനൊരു ബ്രെഡ് ഹൽവയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലീസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയുക അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മുടെ കിച്ചണിലോട്ട് പോയി കാണാം അതിന് മുന്നായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിൻലി ആവശ്യമെന്ന് പറയുന്നത് സ്ട്രോബെറി തന്നെയാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് കൂടുതൽ സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് 1 കപ്പ് പ്യൂറിയാണ് വേണ്ടത് ഇതിനെ നമ്മൾ പ്യൂറി ആക്കിയാണ് മാറ്റുന്നത് 1 കപ്പ് വേണം അപ്പോൾ ഇതിനെ നമുക്ക് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാ സ്ട്രോബെറി ഏകദേശം ഒരു 10-15 സ്ട്രോബെറി ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കാം ഇത് നല്ല റെഡ് കളർ സ്ട്രോബെറി ആണെങ്കിൽ നല്ല കളർ കൊടുക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ കളറാണ് സാധാരണ എല്ലാവരും ഈ ഹൽവയ്ക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോബെറിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് 1.25 കപ്പ് ഷുഗറാണ് നമുക്ക് പുളി അനുസരിച്ച് 1.25 to 1.5 വരെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കോൺഫ്ലവർ ആണ് അതായത് 1 കപ്പ് സ്ട്രോബെറിക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ആണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടച്ചു അപ്പോൾ നമ്മളിന്ന് ഹൽവ തയ്യാറാക്കുന്നത് ഈ ഒരു പാനിലാണ് അപ്പോൾ നമ്മുടെ പേസ്റ്റ് അതായത് നമ്മളിപ്പോൾ അടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഒരു കളറൊക്കെ ഉണ്ട് സ്ട്രോബെറിയുടെ അപ്പോൾ നമ്മൾ നേരത്തെ ആ ഫൈനായിട്ട് അടിച്ച മിക്സിയുടെ ജാറിലോട്ട് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല കളറുണ്ട് കേട്ടോ ഈ ലൈറ്റിൻ്റെ ചെറിയൊരു ഡിഫക്റ്റ് കൊണ്ടിട്ടാണ് കളർ ഫീൽ ചെയ്യാത്തത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ കാരണം കോൺഫ്ലവറിൻ്റെ ഒരു ഇതറിയാമല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് കുറുകി വരുന്ന ഒരു സാധനമാണ് ഇനി നമ്മൾ ഇതിലോട്ടാണ് ഹൽവ സെറ്റ് ചെയ്യുന്നത് ഇതിലോട്ട് കുറച്ചൊന്ന് നെയ്യൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ നോക്കി നിൽക്കി തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരും അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്നും വെച്ചിട്ട് ഒരിടം പോകാനൊന്നും പാടില്ല അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമുക്ക് ദാണ്ട് ഈ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്യുന്നത് 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സ് വേണം നമുക്ക് ഈ ഒരു പ്രിപ്പയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക
നല്ല സൂപ്പർ കളറാണ്, കണ്ടോ, അടിപൊളിയായി വരുന്നുണ്ട് സംഭവം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നെയ്യ് ആഡ് ചെയ്യാനുള്ള ടൈമായി. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മളിത് തയ്യാറാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാഷ്യൂവോ ബദാമോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കാണാൻ തന്നെ എത്ര ഭംഗി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്ന എല്ലാവർക്കും 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നമ്മളെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഏലക്കയാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുറുവി കഴിഞ്ഞാൽ പിന്നെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ കണ്ടോ, നല്ല ഡാൻസിങ് ചെയ്യുമ്പോഴായിട്ടുണ്ട് സംഭവം പാനിൽ കിടന്ന്. അപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ കളർ, ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാനിലോട്ട് മാറ്റാം കേട്ടോ. മതി ഇത്ര. അപ്പോൾ ഹൽവ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആ നെയ്യ് പുരട്ടിയ പാത്രം ഉണ്ടായിരുന്നല്ലോ, ആ ഇതിൽ ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നെയ്യ് എടുത്ത സ്പൂണാണ് കേട്ടോ. ആ സ്പൂണിൽ കുറച്ച് നെയ്യുടെ ഇതൊക്കെ കണ്ടൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറമൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 hours വേണ്ടി വരും ഇത് തണുത്ത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൽവ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ആണോ, എന്താ സോഫ്റ്റ് എന്നുണ്ടോ. ജസ്റ്റ് ഞാനൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയാണ് ഈ ഹൽവ. നമ്മളെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ ഹൽവ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാണ്ടെ ഇവിടെ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ സണ്ണീസ് ഫുഡ് ആൻഡ് വ്ളോഗ്സ് സൈനിങ് ഔട്ട്.